ഞാൻ ഓരോ ഇട്ട് തരുമ്പോ ഒന്നും ചെയ്യും. ചില വീട്ടുകാര്യങ്ങൾ നീ എന്താ ഫോൺ കാണണോ ടി വി കാണണോ? അനാസ്ഥ മൂലം മരണം. ഓ, നമ്മുടെ ഇവിടത്തെ മെഡിക്കൽ കോളേജിലാണോ ഇത്? എന്തോന്നാണ് സംഭവം? ആ തന്നെ, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സംവിധാനമുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്ന്. കൃത്യമായി പറഞ്ഞാൽ 3,40,00,000 ആൾക്കാരിൽ ഏറെ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇവിടെ മനുഷ്യന്മാർക്കൊന്നും യാതൊരു വിലയില്ല. ഇതാരുടെ പ്രശ്നം? എന്തോന്നാണ് ഡോക്ടർമാരുടെ എന്നെ പ്രശ്നം? വാർത്തയിൽ നിന്ന് ഇപ്പൊ മനസ്സിലാവുന്നത് ഡോക്ടർമാരുടെ അനാസ്ഥ തന്നെയാണ്. പിന്നെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ പറ്റും. ഈ ഡോക്ടർമാരൊക്കെ എന്ത് ഇങ്ങനെ? ഇത് ഒരുപാട് ദിവസമായല്ലോ ഓരോ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്കെതിരായിട്ട്. അവർക്കെല്ലാം നിസ്സാരമായിരിക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ മരണം എന്നും കാണുന്നതും പിന്നെ കൈമുറിക്കുന്നതും കാലുമുറിക്കുന്നതും അവരുടെ ജോലിയുടെ ഭാഗമാണ്. എന്നാലും അതൊരു മനുഷ്യജീവനല്ലേ? ഇതൊന്നും അവർക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവില്ലടി, അവർക്ക് മനസ്സിലാവില്ല. കാരണം സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ രക്തബന്ധത്തിലോ എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ അവർക്ക് വേദനിക്കുകയുള്ളൂ. എന്നാലേ അവരെ അറിയൂ. ഈ സാധാരണക്കാരന്റെയും മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അവരെന്തിനാ കെയർ ചെയ്യുന്നത്? നമ്മൾ ഈ സ്കൂട്ടർ വർഷം ഇപ്പോൾ ഒരു വണ്ടിയുടെ പാഴ്ചക്കം മാറ്റുന്നത് അതേ ലാഘവത്തോടെ ആയിരിക്കും അവർ ഈ പറയുന്ന എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? ഉണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. സർക്കാരിന് ഇങ്ങനെ ഒരു അനാസ്ഥ കണ്ടു കഴിഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാളുടെ മെഡിക്കൽ ലൈഫ് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അയാളെ ശിക്ഷിക്കാനും നിയമമുണ്ട്. പക്ഷെ നാളിതുവരെ ഇതുപോലുള്ള ഒരു കേസിന് ഇതുവരെ സർക്കാർ ആരെയും പണിഷ്മെന്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോ രണ്ടാമത്തെ കേസല്ലേ? ആദ്യത്തെ ഒരു കുഞ്ഞിന്റെ ഉണ്ടായിരുന്നല്ലോ. ആ കുഞ്ഞിന്റെ കാര്യം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. പക്ഷേ മുറിവുണ്ടായിരുന്നു, അത് ഡോക്ടർ ശ്രദ്ധിച്ചില്ല. അപ്പൊ അങ്ങനെ ആ മുറിവിൽ പഴുപ്പ് കയറി അവസാനം കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ ആ കുഞ്ഞ് കൈയില്ലാതെ ജീവിക്കുന്നു. ഒരു ജീവിതകാലം മൊത്തവും അങ്ങനെ ജീവിക്കേണ്ടി വരും. ഈ ഡോക്ടർമാർക്കൊക്കെ എന്താ പറ്റിയത് ഇങ്ങനെ ചെയ്യേ? എല്ലാ ഡോക്ടർമാരൊന്നും അങ്ങനെയല്ല. ചില ഡോക്ടർമാർ അവരുടെ അഹംഭാവവും അവരുടെ ജോലി ചെയ്യാനുള്ള മടിയും അഹങ്കാരം എല്ലാം കൂടി ചേർത്ത് പാവപ്പെട്ട രോഗികളുടെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ബാക്കി ഡോക്ടർമാരൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാവങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവർ ഈ ശമ്പളം വാങ്ങുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല. ഇത് നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും? പ്രതിവിധി ഉണ്ട്. അവർ ബിരുദം നേടുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ, ആ പ്രതിജ്ഞയിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു നല്ല ചിന്തയോട് കൂടി ഇന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.